ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ് സയൻസിലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണത് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കത് വായിക്കാം. A business organization is engaged in producing two products, M and N. Each unit of product M requires 4 kg of raw material and 8 labor hours for processing, where each unit of N requires 6 kg of raw material and 6 hours of labor hours. Every week, the firm has an availability of 120 kg of raw materials and 192 labor hours. One unit of product M sold yields rupees 80 and one unit of product N sold gives rupees 70 as profit. Formulate this problem as a linear programming problem to determine as to how many units of each of the product should be produced per week so that the firm can earn maximum profit. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാക്സിമൈസേഷനാണ് നമ്മൾ നോക്കുക, അല്ലേ? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ്, മാക്സിമൈസേഷനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നേരെ മറിച്ച് ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെയാണ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ്, അല്ലേ, മിനിമൈസേഷനാണ്, കുറയ്ക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ രണ്ട് സിറ്റുവേഷനാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ പ്രോഫിറ്റ് തരും, അല്ലെങ്കിൽ കോസ്റ്റ് തരും, അല്ലെങ്കിൽ ഇൻകം തരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻകം പ്രോഫിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ്, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് ഇൻകം ആണ്. നേരെ മറിച്ച് കോസ്റ്റ് ആണ് തരുന്നതെങ്കിൽ മിനിമൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷൻ എപ്പോഴും കോസ്റ്റ് കുറയ്ക്കാനും നോക്കുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നോക്കുക, അല്ലേ? അപ്പോൾ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിൽ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ കേസിൽ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഏതൊക്കെ പ്രോഡക്റ്റ്, എത്ര പ്രോഡക്റ്റ് ഉണ്ട്, ഓരോ പ്രോഡക്റ്റിനും എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, അത് ഓരോ റിക്വയർമെൻറ്റിനും ടോട്ടൽ മാക്സിമം എത്ര അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പം ഇതിൽ എത്ര പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒന്നോ രണ്ടോ മൂന്നോ, ഇപ്പോൾ എം ആൻഡ് എൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്യാണ്. ഇപ്പോൾ എമ്മിന് എക്സ് എന്ന വേരിയബിൾ അലോക്കേറ്റ് ചെയ്യുന്നു, പിന്നെ x1 എന്ന വേരിയബിളും എന്നിന് x2 എന്ന വേരിയബിളും നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതേസമയം അവിടെ എം പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം, 4 കിലോഗ്രാം റോ മെറ്റീരിയലും വേണം, 8 മാൻ പവർ അല്ലെങ്കിൽ ലേബർ അവർ വേണം, അല്ലേ? അപ്പം അതാണെന്ത്, ആദ്യം നമുക്ക് കാണേണ്ടത് ലെറ്റ് എം ഇസ് ഈക്വൽ ടു x1 എന്ന് നമ്മൾ എഴുതി. അപ്പം എമ്മിന് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, 4 കിലോഗ്രാം വേണം, 8 ലേബർ അവറും വേണം, അല്ലേ? ഇനി അടുത്തത് N2ന് 6 കിലോഗ്രാം വേണം, 6 ലേബർ അവറും വേണം. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്തു, നോട്ട് ചെയ്ത് വെച്ചു. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഒബ്ജക്റ്റീവ് എന്താണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസിൽ തന്നിരിക്കുന്നത് എന്താണ്, എം സോൾഡ് ചെയ്താൽ അല്ലെങ്കിൽ സെയിൽ ചെയ്താൽ 80 റുപ്പീസ് പ്രോഫിറ്റും എൻ ആണെങ്കിൽ 70 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും എന്ന് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇനി അതേസമയം അവിടെ പ്രോഫിറ്റിന് പകരം കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കോസ്റ്റ് ഒരിക്കലും മാക്സിമൈസ് ചെയ്യൂല. കോസ്റ്റ് എപ്പോഴും കമ്പനി എന്താണ്, മിനിമൈസ് ചെയ്യാനാണ് ശ്രദ്ധിക്കുക. അപ്പം അവിടെ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള സ്ഥലത്ത് കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്ന് എഴുതുക. എന്നിട്ട് Z is equal to, Z എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വേരിയബിൾ ആണ്. Z is equal to നമുക്ക് x1, അതായത് ഈ എം എന്ന് പറയുന്ന പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ കിട്ടുന്നതാണ് 80 റുപ്പീസ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 80x1 എന്ന് എഴുതി, പ്ലസ് n എന്ന് പറയുന്നത് x2, അപ്പോൾ 70x2.
അപ്പോൾ ഇത് രണ്ടും സെയിൽ ചെയ്ത് കിട്ടുന്നതാണ് കമ്പനിയുടെ എന്ത് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ രണ്ട് സംഗതികൾ ആഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ 80 റുപ്പീസും 70 റുപ്പീസും പ്രോഫിറ്റ് വെച്ച് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് ആ കമ്പനിയുടെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്യണം, നമുക്ക് തന്ന ഓരോ സംഗതികൾ മാർക്ക് ചെയ്യാം. ഇപ്പം എം പ്രൊഡ്യൂസ് ചെയ്യാൻ 4 kg വേണം, ഇവിടെ എൻ പ്രൊഡ്യൂസ് ചെയ്യാൻ 6 kg റോ മെറ്റീരിയൽ വേണം. എമ്മിന് 8 ലേബർ അവർ വേണം, എന്നിന് 6 ലേബർ അവർ വേണം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം, ഇക്വേഷൻ ഉണ്ടാക്കണം. വളരെ സിമ്പിളാണ്. ഈ രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ലേബർ അവർ വേണം എന്ന് നോക്കുക, എത്ര മാൻ പവർ ലേബർ അവർ വേണം നോക്കുക, എത്ര റോ മെറ്റീരിയൽ വേണം നോക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതിയ പോലെ അടുത്തത് എന്താണ്, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻഡ് എന്ന സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്, ഒരു വേർഡാണ് എഴുതേണ്ടത്. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻഡ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ രണ്ട് എം ആൻഡ് എൻ എന്നുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര റോ മെറ്റീരിയൽ വേണം, 6 kg വേണം, 4 kg വേണം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ആ രണ്ട് ക്രൈറ്റീരിയ, അപ്പോൾ അവിടെ കമ്പനിയുടെ ഒരാഴ്ചയിൽ മാക്സിമം അലോക്കേറ്റ് ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട് 120 kg എന്നുള്ളത്. അതേസമയം ആ ഒരു ആഴ്ചയിൽ ആ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലേബർ അവറും കൊടുത്തിട്ടുണ്ട് 192 എന്നുള്ളത്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 4x1 plus 6x2 is less than or equal to 120 അല്ലേ. അതായത് 4x1 എന്ന് പറയുന്നത് എം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട എന്താണ് റോ മെറ്റീരിയൽ ആണ്. 6 എന്ന് പറയുന്നത് എൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ റോ മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 4x1 plus 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. കാരണം അവിടെ കമ്പനിയിൽ മാക്സിമം അവർക്ക് അലോക്കേറ്റ് ചെയ്യാവുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, റോ മെറ്റീരിയൽ 120 kg ആണ്. അതിലപ്പുറത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഈ 120ക്ക് ഈക്വലോ അല്ലെങ്കിൽ 120ൽ താഴെയോ കിലോഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ എടുത്ത പോലെ തന്നെ ഈ കാണുന്ന രണ്ട് ലേബർ അവർ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെ വരും, 8x1 plus 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 192. ഈ 120 192 എന്നുള്ളത് ഇക്വേഷനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8x1 അതായത് എം എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ടോട്ടൽ ലേബർ അവർ എത്രയാണ്, 8 ആണ്. 6 എന്ന് പറയുന്നത് ഈ എൻ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ലേബർ അവർ ആണ്. ആ കമ്പനിയിൽ മാക്സിമം പ്രൊവൈഡ് ചെയ്യാവുന്ന മാൻ പവറിൻ്റെ ഹവർ എന്ന് പറയുന്നത്, ലേബർ ഹവർ എന്ന് പറയുന്നത് എത്രയാണ്, 192 ആണ്. അതിലപ്പുറത്തേക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്താണ് ഇവിടെ എന്ത് വരണം, 192നേക്കാൾ താഴെയോ അല്ലെങ്കിൽ 192ന് ഈക്വൽ ആയിട്ടുള്ള ലേബർ അവറെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതാണ് നമ്മൾ അവസാനമായിട്ട് ഉണ്ടാക്കേണ്ട ഇക്വേഷൻസ്. അതായത് മാത്തമാറ്റിക്കൽ ഫോർമുലയ്ക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് താഴെ ഒരു സെൻറ്റൻസും കൂടെ എഴുതണം. എന്താ ഇവിടെ x1ഉം x2 അല്ലെങ്കിൽ എമ്മും എൻ എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ആണ് അല്ലേ. ആ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ യൂണിറ്റ് ആണ് x1 x2 എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അത് എന്താവില്ല, നെഗറ്റീവ് ആവില്ലല്ലോ, കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവസാനത്തെ സെൻറ്റൻസിൽ എഴുതേണ്ട എന്താണ്, x1 x2 ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, സോ ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് നെഗറ്റീവ് വാല്യൂസ്. ഒരിക്കലും x1 x2 എന്താവില്ല, നെഗറ്റീവ് ആവില്ല. അപ്പോൾ അത് ഫൈനലായിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ടത് therefore x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രത്യേകം എഴുതണം. മനസ്സിലായല്ലേ. ഇതാണ് നമ്മൾ എന്ത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൂന്ന് ഇക്വേഷനാണ് ഇവിടെ മൊത്തം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ് അവസാനത്തെ പാർട്ടിലെ പ്രോഫിറ്റിൻ്റെ കണക്കാണ്. ആ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ മാക്സിമൈസേഷൻ എന്ന് എഴുതുന്നത്. ഇനി ഈ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, ലേബർ അവറിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവസാനം പറയുന്നത്
x1 x2 നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് നെഗറ്റീവ്. ഇത്രയാണ് നമുക്ക് ഈ പ്രോബ്ലം പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, താങ്ക് യു.